ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോമ്പായിരിക്കുമല്ലോ നാട്ടിൽ നിന്നല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ നോമ്പാണ്. ഫസ്റ്റ് ഡേ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസത്തിലെ വീഡിയോയിൽ ഉണ്ടാട്ടാം. ഇന്നിത് നോമ്പിൻ്റെ തൊട്ട് മുന്നുള്ള ദിവസമാണ്. തൊട്ട് മുന്നുള്ള ദിവസമല്ല, നോമ്പിൻ്റെ മുന്നത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോമ്പിൻ്റെ ഓരോരോ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു. ഇന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. കാലങ്ങളായിട്ട് ഞാനും കിച്ചു കൂടി പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ ആയിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച നേരിൽ കണ്ടിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയായിട്ട് നാട്ടിൽ നിന്ന് സാധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് സാധിച്ചൊരു ദിവസമാണ്. അപ്പോൾ അതെന്താണ്, പിന്നെ ഞങ്ങളൊന്ന് പുറത്തുനിന്ന് ഫുഡ് കാര്യങ്ങൾ പുറത്തുനിന്ന് കഴിച്ച അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, മക്കളായിട്ടൊന്ന് പുറത്തിറങ്ങിയ വിശേഷങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ ഇന്നത്തത്. ഇത് ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു മാസം ഉച്ചക്ക് ഫുഡില്ലല്ലോ. അപ്പോൾ നോമ്പിന് മുന്നുള്ള ലാസ്റ്റിലെ ലഞ്ചാണെന്നും കൂടി വേണമെങ്കിൽ പറയാം. പിന്നെ എന്ത് സാധനം കഴിച്ചാലും ടേസ്റ്റ് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വായ്പുണ്ടാണ് എനിക്കും മക്കൾക്കും കിച്ചുവിനും ഒക്കെ. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ തൊണ്ടവേദനയായിട്ടും വായ്പുണ്ടായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുള്ള ചുടുവെള്ളം വായിൽ ഇങ്ങനെ പിടിക്കലാണ്. നിങ്ങളറിവിൽ ഇത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകൊണ്ടിട്ടോ. അങ്ങനെ കിച്ചു ഓഫീസിൽ നിന്ന് വന്നിട്ട് വൈകിട്ട് മരുവ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് പുറത്തിറങ്ങാനിട്ടാ. അപ്പോൾ ഇറങ്ങണത് വേറെ ഒടുക്കുമല്ല. എല്ലാ എന്താ പറയുക, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാനും കിച്ചും കൂടി എന്തെങ്കിലും ഒരു പ്രശ്നം വർത്താനം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് കേട്ടോ, ഫുട്ബോൾ. കാരണം അതിൻ്റെ ഒരു സീസൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ടാണെങ്കിൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ടൈമിലാണെങ്കിലും ഒക്കെ ഈ ഒരു കാര്യത്തിന് മുകളിലാണ് ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നതാണ് കിച്ചുവിൻ്റെ കളി ഒന്ന് നേരിട്ടിട്ട് കാണണം. ഫുട്ബോൾ കളിക്കുന്നത് ഇതുവരെ ഞാൻ നേരിട്ടിട്ട് കണ്ടിട്ടില്ല. നാട്ടിൽ എത്രയും കണ്ട കാലമായിട്ടാണെങ്കിലും നേരിട്ടിട്ട് ഇതുവരെ ഫുട്ബോൾ കളി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഖത്തറിൽ വന്നതിന് ശേഷമാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയുള്ളത്. അപ്പോൾ ഞങ്ങൾ കിച്ചുവിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അന്നൊക്കെ തമാശയിൽ ഞാൻ കിച്ചുവിനോട് എപ്പോഴും പറയായിരുന്നു കേട്ടോ. മക്കളൊക്കെ ഫിനൂട്ടിനൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടായ സമയത്തൊക്കെ ഈ ഉറപ്പായിട്ട് പഠിച്ചവനാണ് ഞാൻ എൻ്റെ കുട്ടികളെ ഒരിക്കലും ഫുട്ബോൾ കളി എന്നുള്ളതല്ല, ഒരു കളിമക്കും ഇതാക്കൂല എന്നൊക്കെ. അപ്പം എന്നോട് പറയായിരുന്നു, പിന്നെ ആ ഇജ്ജ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കുട്ടികളെ ചതാന ആ ലെവലിലേക്ക് വന്നോളൂ. പറഞ്ഞ പോലെ തന്നെ വാപ്പയും മക്കളും ഇപ്പോൾ ഒരു സെറ്റാണ് കേട്ടോ. അവർക്കിപ്പോൾ 4 ആളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, അങ്ങനെ ബാസ്കറ്റ് ബോൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബോളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും അവർക്ക് അരച്ച് കലക്കി കുടിച്ച പോലെ. അപ്പം എന്നോട് പറയും, ഇതൊന്നും വെച്ചാൽ ആ വിലക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, താനെ വന്നോളൂ ഇൻ്റെതാ. ആറ്റ ബബലു അങ്കിളിന് ഓർമ്മ ഉണ്ടാ? ആരാ ആർക്കാ ഓർമ്മല്ലേ? ഓൾക്ക് ഓർമ്മ. ഈ അങ്കിളിന്റെ കൂടെ ഇരുന്ന് ആളെങ്ങൾക്ക് മനസ്സിലായോ? അത് നമ്മളെ ആയിഷയുടെ റസീലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തവരുമായിട്ടുള്ള സകലവിധ മലയാളികളെയും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മളെ ഫോണ് കൊടുത്തിരുന്ന ടൈമില് അതല്ലേ ആസിഫ്. ഇത് കിച്ചുവിൻ്റെ ഫ്രണ്ട് ആസിഫ് ഇട്ടാ. ഇവനാണ് നമുക്ക് കിച്ചുവിൻ്റെ എന്നല്ല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കിച്ചുവിന് സർപ്രൈസ് ആയിട്ട് ഫോണ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന്. അപ്പോൾ അതിന് കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന ആളാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഫാദ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഇക്കന്ന് ഫോൺ വഴിയാണെങ്കിൽ, അന്ന് ഞങ്ങൾക്ക് ഇവർ നേരിട്ട് പരിചയം പോലും ഇല്ല. പക്ഷേങ്കിൽ കിച്ചുവിൻ്റെ വേറെ ഫ്രണ്ട് ഷാക്കിർ, അവൻ്റെ വഴിയാണ് ഇവർ രണ്ടുപേരും കൂടി അന്ന് കിച്ചുവിന് സർപ്രൈസ് ആയിട്ട് ഫോണും കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുന്നിട്ട്. എന്തായാലും ഞങ്ങളത് കിച്ചുവിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വർഷങ്ങളായിട്ട്, എത്ര വർഷമായി ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും, വർഷത്തിനൊന്നൊരു കണക്കില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ലവ് സ്റ്റോറി കണ്ടവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാനും കിച്ചും കൂടിയും കണ്ടിട്ടുള്ളത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അന്ന് കിച്ചു കളിച്ചുകൊണ്ട്, അന്നത്തെ കിച്ചുവിൻ്റെ കളി കണ്ടതിന് ശേഷം, അന്ന് ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമാണ്, 5-ലോ 6-ലോ 8-ൽ പഠിക്കുന്ന ടൈമിലാണ്. ആ ടൈമിലാണ് ഞാൻ അന്ന് കിച്ചുവിനെ ഫസ്റ്റ് ടൈം കളിക്കുന്ന ടൈമിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ. അന്നത്തെ ആ കളിക്ക് ശേഷം ഞാനിപ്പോൾ തോന്നുന്നു ഇന്നാണ് പിന്നെ കിച്ചുവിൻ്റെ ഫുട്ബോൾ കാണുന്നത്, എന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നത് കാണുന്നതെന്ന്. Papaji. Awalnya terus kecil ya.
ബാപ്പുജി ബാപ്പുജി ഇപ്പോൾ മാറ്റിയ തുടങ്ങണ്ടാ ഊരൊക്കെ ഇളകിട്ടുണ്ടാവുന്ന കളിക്കണേന്റെ ഇടയിൽ കിച്ചു കാലിനും ഊരക്കൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് കാണുമ്പോൾ ലീനുവിന് നല്ല വേജാറിന് ഇട്ടു. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാണ് പപ്പാന്റെ കാലിളകിക്കണം വെച്ച് ഊരിളകിക്കണം വെച്ചെന്നൊക്കെ. അപ്പൊ ഞാൻ പറയായിരുന്നു ഇതേ ഒരു വേജാറ് കൊണ്ട് മാത്രമാണ് പപ്പ കളിക്കാൻ ഇറങ്ങുമ്പോൾ വെച്ച് ദേഷ്യപ്പെടുന്നതും തെറ്റുന്നതും ഒക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ എന്ന് ഞാൻ ഓനോടും പറയായിരുന്നു. എനിക്ക് തോന്നുന്നത് കിച്ചുവിന്റെ മാത്രം കാര്യത്തിൽ എന്റെ മാത്രം പ്രശ്നമാകൂല. ഒട്ടുമിക്ക ഭാര്യമാരും ഈ ഒരു കാര്യത്തിന് ഈ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കളികളുടെ കാര്യത്തിനും ഭർത്താക്കന്മാരായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യമാരുണ്ടോ? ഇനിയിപ്പോ കാണുന്നവർ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കളിപ്രാന്തം ഭർത്താക്കന്മാരുള്ളവരാണ് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാണ്ട് കയ്യോ കാലോ ഒടിഞ്ഞിട്ടും കളിക്കാൻ ഇറങ്ങണവരാരെങ്കിലും ഉണ്ട് വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യേണ്ടിട്ടാ. കാരണം കിച്ചുവിന്റെ കാലും കയ്യും ഊരൊക്കെ ഈ കളി കാരണം കൊണ്ട് പഞ്ചറായത്. എന്നാലും കളിക്കാൻ ഇങ്ങോട്ട് പുറപ്പെട്ട മൂപ്പർ അതൊക്കെ മറന്ന് വേറൊരു ലോകത്തിലായിരിക്കും. ഇത് കണ്ടില്ലേ ഗിച്ചു ഗോൾ അടിച്ചതിനുള്ള പൊലിവാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ ഓരോ ഗോൾ കളിക്കുമ്പോഴും ഇവിടെ നിന്നിട്ട് പപ്പ എന്ന് വിളിച്ചാണ്ട് ആർത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാളും കൂടി. എന്തായാലും മാഷാ അല്ലാ കണ്ടിരിക്കാനായിട്ട് നല്ല രസം കിട്ടാം. ഇനിയിപ്പോ എന്തായാലും വാപ്പാടെ കളി നിർത്താൻ വേണ്ടിയിട്ട് ഇത്ര കണ്ട കാലമായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ അതേപോലെ തന്നെ എന്താ ഇപ്പൊ മക്കളെ കളി നിർത്താനും പിന്നെ എന്നെ കൊണ്ട് എന്തായാലും അത് പറ്റുമെന്ന് തോന്നണമില്ല. അപ്പൊ ഇവിടെ 3 പേരും കൂടി ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലീനു ബാസ്കറ്റിലിട്ട് ആണ്ടാ അതാണ് ലീനു ട്രൈ ചെയ്തെങ്കിലും നോക്കിയാൽ കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ എന്തായാലും കളിച്ചുകൊണ്ടിരിക്കണ വാപ്പാന്റെ മക്കളെ സന്തോഷങ്ങൾ നേരിട്ടിട്ട് കാണാനായിട്ട് എന്തായാലും പറ്റിയിട്ടാ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കണം എനിക്കും നല്ല സന്തോഷമായി. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കണം എന്നാണെന്നു കിച്ചുവിന്റെ കളി നേരിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വന്നിരുന്നിട്ട് കാണണം, ഗ്രൗണ്ടിൽ കളിക്കണ നിന്നിട്ട് കാണണം എന്നുള്ളത്. അപ്പൊ എന്തായാലും നാട്ടിൽ നിന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഖത്തറിൽ വന്നതിന് ശേഷം ആ ഒരു ആഗ്രഹം കൂടി സാധിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ട് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഫുഡ് കാര്യങ്ങൾ വാങ്ങിക്കണം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇതാ വരുന്ന വഴിക്ക് ഷവർമയും ജ്യൂസും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഹാപ്പി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നാളെ തൊട്ട് നോമ്പ് തുടങ്ങുകയാണ്. ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ശരിക്കും ഇതാ നമുക്ക് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. നാട്ടിലെ 1ാമത്തെ നോമ്പും ഞങ്ങൾക്ക് 2ാമത്തെ നോമ്പുമാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ നാട്ടിലെല്ലാവരും ഫസ്റ്റ് നോമ്പ് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഉച്ച ടൈം കഴിഞ്ഞിട്ടുണ്ടാവൂലേ നാട്ടിൽ. അപ്പോൾ നോമ്പ് ഇത്രയും നേരം എങ്ങനെ ഉണ്ടായിരുന്നു, ക്ഷീണമുണ്ടോ, ചൂടാണോ, നിങ്ങൾക്കുള്ള വിശേഷങ്ങളും അതുപോലെ നിങ്ങൾക്കുണ്ടോ ഇതിൻ്റെ പോലെ കളിപ്രാന്തനായിട്ടുള്ള കെട്ടിയോന് അതിൻ്റെ കളിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പറയുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.